ഇന്നലെ തൃക്കളൂർ അമ്പലത്തിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരു കൂട്ടം പെണ്ണുങ്ങൾ ദീപം തെളിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നി. ശിവൻ്റെ പാർവതിന് മുമ്പിലാണ് ഈ ദീപം തെളിക്കുന്നത് കേട്ടോ. ഓരോ നാട്ടിലെ ഓരോ ആചാരങ്ങൾ അത് നിങ്ങളെയും കാണിക്കണം എനിക്ക് തോന്നി. വെറുതെ കൊടുക്കാൻ കഴിയില്ല കേട്ടോ. നോൽമ്പും കാര്യമൊക്കെ വേണം. വെറുതെ പാട് ദീപം തെളിക്കാൻ കഴിയില്ല. ഇതൊരു വിശ്വാസം കൊണ്ടെടുക്കുന്ന ആൾക്കാരല്ലേ. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. സംഭവം ശരിയാണ്. പക്ഷെ ഒരു വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കണം. ദീപം മൊത്തം കത്തി കാണാൻ നല്ല രസമായി കൂട്ടോ. എനിക്കത് കുറച്ച് നേരമുള്ളൂ, ഫുള്ള് എടുക്കാനുള്ള നേരമില്ല. ഇത് ചെയ്യുമ്പോൾ മനസ്സിൽ നല്ല സന്തോഷങ്ങളാണ്, നല്ലൊരു സുഖം ഉണ്ടാവും. ഈ ദീപം മൊത്തം കത്തി കാണാനുള്ള ടൈമിക്കില്ല കേട്ടോ. എനിക്ക് നേരമില്ല, എനിക്ക് ചെറിയ പരിപാടിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണ്. ഈ വീഡിയോ എടുത്തപ്പം ഇന്നെ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്, അറിയാത്തവരുണ്ട്. എന്തായാലും ഞാൻ വീഡിയോ എടുത്തിന്. ഇതൊക്കെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ കേട്ടോ. അതുപോലെ തന്നെയാണ് ദീപം തെളിക്കുന്നതും. ഇവനും പാർവതിയും ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരാൾ സ്പോൺസർ ചെയ്താട്ടോ. നമുക്ക് ഈ അമ്പലത്തിനോട് എന്തോ താല്പര്യം ഉണ്ടാവും, അല്ലാതെ വെറുതെ കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് ഈ നാട്ടുകാർ മൊത്തം ഇതൊന്ന് വൃത്തിയായി കൊണ്ടെടുക്കും. ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കാൻ എനിക്ക് തോന്നി, അതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. നാളെ ആറാട്ട് മഹോത്സവമാണ്, എല്ലാവരും വന്ന് പങ്കെടുക്കണം. നല്ല പരിപാടികളുണ്ടാവും. നാളെ ലാസ്റ്റ് ദിവസമാണ്, എല്ലാവരും വരണം. നല്ല ഗംഭീര പരിപാടികളുണ്ടാവും. ഇതേ വീഡിയോ വീണ്ടും കാണാം. ഇതേ പോയി ഇതേ വന്ന്.